മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെയൊക്കെ നാടുകളിലും നമ്മുടെയൊക്കെ ഭവനങ്ങളിലൊക്കെ നമ്മൾ ഭംഗിയായ രീതിയിൽ നട്ടുവളർത്തി പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്ന തുളസി എന്ന ഒരു അത്ഭുത സസ്യത്തെ പറ്റിയാണ്. വിവിധ ഇനം തുളസി ചെടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും നട്ടുവളർത്തുകയും ചെയ്യുന്നത് വെളുത്ത തുളസി എന്ന് പറയുന്ന ആ ഇനത്തും, അതുപോലെ തന്നെ വെളുത്ത തുളസി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഔഷധ ഗുണമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അത് ചെടിയുമായ ഈ ചുവന്ന തുളസിയുമാണ്. വെളുത്ത തുളസിയും ചുവന്ന തുളസിയും ഇത് തിരിച്ചറിയുന്ന ഇലകൾ കണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. എല്ലാ തുളസി ഇനങ്ങളും നമ്മൾ തിരിച്ചറിയുന്നത് ഇലകൾ കണ്ടാണ്. ഇതിൻ്റെ ഇലകൾക്ക് ഒരു ഇളം നീല നിറം, അതായത് ചുവപ്പ് നിറം പോലെയും, എന്നാൽ വെളുത്ത തുളസിക്ക് അതിൻ്റെ ഇലകൾ വളരെ പച്ച നിറത്തിലുമാണ് കാണപ്പെടുന്നത്. വെളുത്ത തുളസി അത് അങ്ങനെ അനുഭവപ്പെടുന്നത്. എന്തായാലും മറ്റുള്ള പല സസ്യങ്ങളെയും അപേക്ഷിച്ച് വളരെ അധികം നമ്മളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സസ്യമാണ് ഈ തുളസി. ഇതിൻ്റെ സമീപത്തെത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായ ഒരു സുഗന്ധവും ഒരു ഊഷ്മളതയും നമ്മെ പൊതിയുന്നു എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ഇതിൻ്റെ വിത്തിലൂടെയാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളാരും തന്നെ നട്ടുപിടിപ്പിക്കാതെ തന്നെ മഴക്കാലത്തിൻ്റെ ആരംഭത്തോടു കൂടി ഈ സസ്യം മിക്കയിടങ്ങളിലും കിളിച്ച് വരാറുണ്ടെങ്കിലും ഉണക്കിൻ്റെ ആരംഭത്തോടുകൂടി ഈ സസ്യം മുഴുവനും കരിഞ്ഞു പോവുകയാണ് പതിവ്. ധാരാളം ഔഷധ ഗുണങ്ങൾ ഉള്ള ഈ സസ്യത്തിന് പരിചരണം എന്ന് പറയുമ്പോൾ നല്ല ഈർപ്പമുള്ള മണ്ണാണ് ഈ സസ്യം വളരാൻ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഉണക്ക് കാലങ്ങളിൽ ഇപ്പോൾ തന്നെ കഠിനമായ ഉണക്കാണ്. കഠിനമായ ഉണക്ക് സമയത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇത് വളർന്നു നിൽക്കുന്നത് വളരെയധികം നമുക്ക് ഗുണപ്രദമാണ്. ഓക്സിജനെ ശുദ്ധീകരിക്കാനും ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും വായുവിലുണ്ടാകുന്ന ചില രോഗാണുക്കളെ നശിപ്പിക്കാനും ഒക്കെ തുളസിയിൽ നിന്നും ഉണ്ടാകുന്ന ചില ബാഷ്പത്തിന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും കഴിയുമെന്ന് നാം വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ്. ഈ തുളസിയുടെ ഇല എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചുമ, ജലദോഷം എന്നിവ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കാപ്പിയിൽ മറ്റ് ചില ഇലകളോടൊപ്പം ചേർത്തുണ്ടാക്കുന്ന കാപ്പിയിൽ തുളസി ഇല കൂടി ചേർക്കേണ്ടത് ഉത്തമമാണ്. അതുപോലെ തന്നെ നമ്മുടെ തലയിൽ, പ്രത്യേകിച്ചും നമ്മുടെ വനിതകളുടെ തലകളിൽ ഈ തുളസി ചൂടുകയാണെങ്കിൽ, തുളസി കതിർ ചൂടുകയാണെങ്കിൽ ഈരപ്പേന എന്നിവയിൽ നിന്നും മോചനത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പേന, ഈര എന്നിവയുള്ള ഉള്ളവർക്ക് ഇതിൻ്റെ നീര് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ ഈരും പേനും ഒക്കെ നശിച്ചുപോയി നല്ല ഒരു മരുന്ന് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു ആരോഗ്യ ഗുണങ്ങൾ, അതായത് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഈ തുളസി എന്ന് പറയുന്നത്. ഇതിൻ്റെ വേനൽക്കാല സംരക്ഷണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ ചെടിക്കും ധാരാളമായി വെള്ളം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഉണക്കത്തായിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ചുവട്ടിലിങ്ങനെ വെള്ളം നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എന്നാൽ തുളസിക്ക് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഇതിൻ്റെ ഇലകളിലൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്തരത്തിൽ ഇതിൻ്റെ ഇലകളിലൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ തുളസി എത്ര കഠിനമായ ചൂടിലും നല്ല രീതിയിൽ തഴച്ചു വളർന്ന് പച്ചിപ്പും അതുപോലെ തന്നെ സുഗന്ധവും നൽകിക്കൊണ്ട് ഇങ്ങനെ നിലനിൽക്കും. ഇത് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് സംരക്ഷിച്ചു കൊണ്ടുപോകാം. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നല്ലൊരു മരമായിട്ട് തന്നെ ഇത് മാറി നിൽക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ മുറ്റത്ത് മുൻകാലങ്ങളിൽ എല്ലാവരും കണ്ടുവരുന്ന ഒരു സസ്യമായിരുന്നു. എന്നാൽ ഇത് ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ തുളസിയുടെ മഹിമയെപ്പറ്റി പുതിയ തലമുറയ്ക്ക് അറിയില്ലാത്തതും ഉണക്കത്ത് കഠിനമായ വരൾച്ചയിൽ ഇതിനെ സംരക്ഷിക്കേണ്ട രീതി വശമില്ലാത്തതുകൊണ്ടുമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രിയ സുഹൃത്തുക്കൾ തുളസിയുടെ കിട്ടാവുന്ന തരത്തിലുള്ള തുളസിയുടെ തൈകളൊക്കെ ശേഖരിച്ച് നമ്മുടെ മുറ്റത്തെ, പ്രത്യേകിച്ചും നമ്മുടെ കിഴക്ക് ഭാഗത്ത്, നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് തുളസി തൈകൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുകയാണെങ്കിൽ മിനിമം 2 നേരമെങ്കിലും ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മൾ വെച്ച് വളർത്താവൂ. അങ്ങനെ ചെയ്താൽ നമുക്ക് മുറ്റത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഉന്മേഷം അനുഭവിച്ച് തന്നെ
അറിയേണ്ടതാണ്. ഒപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കുമ്പോൾ ഇടാ ദിവസങ്ങളിലൊക്കെ 2-3 കതുപ്പ് തുളസിയുടെ ഇലയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ജലദോഷം പോലെയുള്ള അസുഖങ്ങൾ ഇല്ലാതിരിക്കാനും സഹായിക്കുന്നു എന്ന കാര്യം നാം മറക്കരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഔഷധസസ്യങ്ങളുടെ പ്രചാരണം, ഔഷധസസ്യങ്ങളുടെ ഗുണങ്ങളും അവ വെച്ച് പിടിപ്പിച്ച് പരിപാലിക്കേണ്ട ആവശ്യകതയും പുതിയ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. കാരണം ഇതെല്ലാം പ്രകൃതി നമുക്ക് ദാനമായി നൽകിയിട്ടുള്ളതാണ്. ഇത്തരം ഔഷധസസ്യങ്ങളുടെ പരിപാലനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നത് നാം മനസ്സിലാക്കണം. കാരണം വ്യത്യസ്ത പേരുകളിലും വ്യത്യസ്തങ്ങളായ രീതികളിലുമൊക്കെ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ പ്രകൃതി കനിഞ്ഞ് അരുളിയ ഔഷധ സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കുറഞ്ഞു വരുന്നതും അവയുടെ ഉപയോഗം നമുക്കറിയാൻ വയ്യാത്തതും അവയെ അകറ്റി നിർത്തുകൊണ്ടുമാണെന്നും നാം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ പരമ്പരാഗതമായ ആയുർവേദ സസ്യങ്ങൾ അറിവുള്ളവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി അവ നട്ടുവളർത്തി പരിപാലിക്കുകയാണെങ്കിൽ നമ്മുടെ വിലപ്പെട്ട സമയം ആശുപത്രിയിൽ ചിലവാക്കാതിരിക്കാൻ നമുക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. തുളസി നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരമൂല്യമായ സസ്യമാണ്. തുളസിയുടെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളും മറ്റ് വിശ്വാസപരമായ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും തുളസി നട്ടുവിളിച്ച് പരിപാലിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ശാന്തിയും സമാധാനവും അനുഭവിച്ചറിയേണ്ടതാണ്. എല്ലാ പ്രേക്ഷകരും ഇതൊന്ന് പരീക്ഷിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനോടൊപ്പം ഒരു ബെല്ലൈക്കണുണ്ട്, അത് അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ എല്ലാവരുടെയും പൂർണ്ണമായ സഹായവും സഹകരണവും സാദരം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.